വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI കേന്ദ്ര സർക്കാരിന്റെയും തൊഴിൽ വകുപ്പിന്റെയും അംഗീകാരമുള്ള 2 വർഷ കാലയളവിൽ NCVT കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. സിവിൽ ഡ്രാഫ്റ്റ്മാൻ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ തുടങ്ങിയ ട്രെയിനിങ്ങുകളിലേക്കും കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസുകളിലും പൊതു സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിലും സ്വദേശത്തും വിദേശത്തും തൊഴിൽ ലഭിക്കാനും ഏറെ ഉപകാരപ്രദമായ NCVT സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കാം. എല്ലാ കോഴ്സുകളിലേക്കും പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കും. അഭ്യസ്ത വിദ്യരായ ആയിരക്കണക്കിന് പരിശീലകരെ നാടിന് സമ്മാനിച്ച കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI കല്ലേപ്പാടം പഴയന്നൂർ. ഫോൺ 9447373741 9400095147. ദുരന്തമുഖങ്ങളിൽ ധീരമായ കാവലാളായി വടക്കാഞ്ചേരി ചേലക്കര മേഖലയുടെ നെഞ്ചിൽ ഇടം നേടിയ ഫയർ സ്റ്റേഷൻ ഓഫീസർ TK നിതീഷിന് ഹൃദ്യമായ യാത്രാമൊഴി. 4 വർഷത്തെ സ്തുത്യർഹ സേവനത്തിന് ശേഷം വടക്കാഞ്ചേരിയിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന ഫയർ സ്റ്റേഷൻ ഓഫീസർ TK നിതീഷിന് വടക്കാഞ്ചേരിയിലെ പരിസ്ഥിതി സംഘടനയായ ജനനി ആദരമൊരുക്കി. ജനനി പ്രസിഡന്റ് V അനിരുദ്ധൻ ഉപഹാരം കൈമാറിയാണ് വടക്കാഞ്ചേരി ചേലക്കര മേഖലകളുടെ സ്വന്തം ഓഫീസർക്ക് യാത്രയയപ്പ് നൽകിയത്. 2021 സർവീസിൽ പ്രവേശിച്ച നിതീഷ് ഫയർ സേഫ്റ്റി മാനേജ്മെന്റ് കോളേജിലെ പരിശീലനത്തിനും തിരുവനന്തപുരത്തെ സ്റ്റേഷൻ ട്രെയിനിങ്ങിനും ശേഷം 2022 മാർച്ച് 17 വടക്കാഞ്ചേരിയിൽ ചാർജ് എടുക്കുന്നത്. ചേലക്കര ഉൾപ്പെടെയുള്ള പരിധിയിലെ പ്രളയം, മണ്ണിടിച്ചിൽ എന്നിവയ്ക്ക് പുറമെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തം, കുണ്ടന്നൂർ, മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടങ്ങൾ, വയനാട് ചൂരൽമല ഉരുൾപൊട്ടൽ തുടങ്ങിയ വൻ ദുരന്ത മുഖങ്ങളിലെല്ലാം രക്ഷാപ്രവർത്തനത്തിന് മികച്ച നേതൃത്വം നൽകാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. സംബന്ധിച്ച് വളരെ മികച്ച ഒരു കരിയർ തന്നെയായിരുന്നു വടക്കാഞ്ചേരി. അതായത് ട്രെയിനിങ് കഴിഞ്ഞ ആദ്യത്തെ പോസ്റ്റിംഗ് ആണ് വടക്കാഞ്ചേരി. ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വടക്കാഞ്ചേരി സ്റ്റേഷൻ ഏരിയ എന്ന് പറയുന്നത് വളരെ വലിയൊരു ഏരിയ തന്നെയാണ്. ഏകദേശം 13ഓളം പഞ്ചായത്തിൻ്റെ ഭാഗങ്ങൾ, ഒരു മുനിസിപ്പാലിറ്റി, അതായത് തലപ്പള്ളി താലൂക്കിൻ്റെ ഏകദേശം 3/4 ഭാഗത്തോളം ഏരിയ വരുന്നത്. അപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോളുകളായാലും മറ്റുള്ള സ്റ്റേഷൻ ഉണ്ടെങ്കിലും ഭൂരിഭാഗം ഏരിയ കവർ ചെയ്യേണ്ടി വരുന്നത് ഞങ്ങൾ വടക്കാഞ്ചേരി സ്റ്റേഷൻ തന്നെയാണ്. കൂടാതെ തന്നെ ഇതൊരു എല്ലാം മേഖലകളും ഉള്ള ഒരു സ്റ്റേഷൻ പരിധിയാണ്. ഉദാഹരണത്തിന് മെഡിക്കൽ കോളേജ് ഹൈലി സെൻസിറ്റീവായ ഒരു ഏരിയയാണ്. ഇൻഡസ്ട്രി ഏരിയ, അതുപോലെ തന്നെ ഫോറസ്റ്റ്, പിന്നെ പുഴകൾ, ലാൻഡ് സ്ലൈഡ് പിന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഭൂമി കുലുക്കം പോലും ഉള്ള അങ്ങനെ ഒരു എല്ലാം കലാമിറ്റീസുകൾക്കുള്ള സാധ്യതയുള്ളൊരു വൈഡായിട്ടുള്ള ഏരിയയാണ് സ്റ്റേഷൻ ഏരിയ. അപ്പോൾ അതിൻ്റേതായ പ്രാധാന്യത്തോടെ നമുക്ക് അതിനോടനുബന്ധിച്ച് വെടിക്കെട്ട് നിർമ്മാണം, എക്സ്പ്ലോസീവ് ആയിട്ട് ബന്ധപ്പെട്ട കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങളുള്ളത് ഇവിടെയാണ്. പിന്നെ പൂരങ്ങൾ, വെടിക്കെട്ടുകൾ, ഇതെല്ലാം കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞത് നമുക്ക് തുടക്കക്കാർക്ക് ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റേഷനിൽ നമ്മൾ സേവനമനുഷ്ഠിച്ച് പോയാൽ അപ്പോൾ അത് ഭാവിയിലേക്കുള്ള എല്ലാ കാലത്തേക്കുള്ളൊരു ട്രെയിനിങ് ആണ്. അപ്പോൾ ആ കാര്യത്തിൽ ഈ 4 വർഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 24 വെള്ളപ്പൊക്കം, അതുപോലെ തന്നെ കുണ്ടന്നൂർ വെടിക്കെട്ട് അപകടം, അതുപോലെ തന്നെ ഇപ്പോൾ ലാസ്റ്റ് മുണ്ടത്തിക്കോട്, പിന്നെ ബ്രഹ്മപുരത്ത് ഉണ്ടായി, പിന്നെ വയനാടുണ്ടായി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ ഒരു 4 വർഷ കാലഘട്ടത്തിൽ ഉണ്ടായി മേജറായിട്ടുള്ള. ഇതല്ലാത്ത ഒട്ടനവധി രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ തികച്ചും സംതൃപ്തമായിട്ടാണ് ഇവിടുന്ന് പടിയിറങ്ങുന്നത്. പിന്നെ ഒന്നാമത് ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ്. പഴയൊരു സിനിമ ഡയലോഗ് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. തലപ്പള്ളി താലൂക്കിലാണോ വീടെന്ന് ചോദിക്കുന്നത്. അന്ന് എനിക്കത് മനസ്സിലായിട്ടില്ല. ഒരു മമ്മൂട്ടി ചോദിക്കുന്നത് ജനാർദ്ദനോട് എന്തുകൊണ്ടാണ്. അപ്പോൾ അത് ജനങ്ങളുടെ അത്രയും ഒരു ക്വാളിറ്റി ഉള്ളതും, അപ്പോൾ എല്ലാവരും തന്നെ നമ്മൾ വിളപ്പായ മുതൽ തിരുവില്ലാമല വരെയുള്ള ആൾക്കാർ, പഞ്ചായത്തിലെ വിവിധ ആൾക്കാരുമായിട്ട് നല്ല ഒരു വ്യക്തിബന്ധം ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാകുന്ന വളരെ ശാന്തമായിട്ടുള്ള ആൾക്കാർ, പൂര ഉത്സവങ്ങളും ഒക്കെ ആയിട്ട് ദേഷ്യം അധികം വരാത്തത്. ഇനി ദേഷ്യം വന്നാൽ പോലും അതിനൊരു ലിമിറ്റുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം ഉൾക്കൊള്ളുന്ന എല്ലാ മേഖലകളിലും നല്ല കോണ്ടാക്റ്റ് ഉണ്ട്.
ഈ മേഖലകളിലെ അനുഭവങ്ങൾ തുടക്കക്കാരനായി തനിക്ക് വലിയ ഊർജ്ജമാണ് നൽകിയതെന്ന് ടി.കെ. നിതീഷ് പ്രതികരിച്ചു. സ്വന്തം നാടായ കണ്ണൂർ തളിപ്പറമ്പ് സ്റ്റേഷനിലേക്കാണ് അദ്ദേഹത്തിന് സ്ഥലമാറ്റം. നിതീഷിന്റെ സേവനം പുതുതലമുറയ്ക്ക് മാതൃകയാണെന്ന് വി. അനിരുദ്ധൻ കൂട്ടിച്ചേർത്തു. ആക്സിന്റെ പേരിലും സാർ ആക്സിന് വേണ്ടി ചെയ്തിട്ടുള്ള എല്ലാവിധ സേവനങ്ങളും എനിക്ക് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ടാണ് ആക്സിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടന്നിട്ടുള്ളത്. വെള്ളപ്പൊക്കമായിരുന്നപ്പോഴും മറ്റെന്താണെങ്കിലും ശരി, കുണ്ടത്തിക്കോടാണെങ്കിലും ശരി, ഒക്കെ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം നടത്തുന്നത്. അപ്പൊ ആക്സിന്റെ പേരിലും സാറിന് നല്ലത് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്ന് നല്ലതേ വരൂ, ഫേസ് കണ്ടാൽ അറിയാം, നല്ലതേ വരൂ, അതിനകത്തൊരു സംശയമില്ല, നല്ലതേ വരൂ. ന്യൂസ് ഡെസ്ക് CCV.